Hi students, നമ്മൾ അടുത്ത പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ നോക്കാൻ പോകുന്നത് ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് കേസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു വൺ പ്ലെയിൻ ആൻഡ് പാരലൽ ടു അതർ പ്ലെയിൻ ആയിരുന്നു. ഇവിടെ ആക്സിസിൻ്റെ ഇൻക്ലിനേഷനാണ്. അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്നുള്ള കേസാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്വയർ പ്രിസം തന്നെ കൺസിഡർ ചെയ്യാം. ഇമാജിൻ ദിസ് ഈസ് എ സ്ക്വയർ പ്രിസം. ഇത് സ്ക്വയർ പ്രിസം ആണ്. ഇമാജിൻ ചെയ്യുക, ഇത് എച്ച് പിയും ഇത് ബി പി ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സ്ക്വയർ പ്രിസം ആണ്. സ്ക്വയർ പ്രിസത്തിൽ ആക്സിസ് ഉണ്ട്. ആക്സിസ് ആയിരിക്കും ഇത് സ്ക്വയർ ആണ്. ടോപ്പ് ഫേസ് സ്ക്വയർ ആണ്, ബോട്ടം ഫേസ് സ്ക്വയർ ആണ്. ഇത് റെക്റ്റാങ്കിൾ ഫേസസ് കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടാണ് സ്ക്വയർ പ്രിസം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്നുള്ള കേസാണ്. ഇത് നമ്മൾ പഠിച്ചു. അതേപോലെ ഈ ഒരു കേസ് ഉണ്ട്, ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി എന്നുള്ള കേസ്. ഇപ്പോൾ ഇനിയിപ്പോൾ പറയാൻ പോണ ഇപ്പോൾ പറഞ്ഞ കേസിൽ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്നുള്ള കേസാണ്. അപ്പോൾ സോളിഡ് ഇങ്ങനെ ആയിരിക്കില്ല, സോളിഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിലുള്ള ഈ ആക്സിസ് എച്ച് പി ആയിട്ട് ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പ്രൊജക്ഷനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഒരു പ്രൊജക്ഷൻ കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്കൊരു പ്രൊജക്ഷൻ കിട്ടും അല്ലേ. ടോപ്പ് നമ്മൾ ഇങ്ങനെയാണല്ലോ നോക്കുക, ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ടോപ്പ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊജക്ഷൻ കിട്ടും. ബട്ട് അത് വരയ്ക്കുമ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സിമ്പിൾ പൊസിഷനായിട്ട് സ്ക്വയർ പ്രിസത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ സ്ക്വയർ പ്രിസത്തിൻ്റെ ഇത് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ 1 2 3 4 4 എഡ്ജസ് ഉണ്ട്. ഇതിൽ ഒരു എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എഡ്ജ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് നോക്കുക ഇതിൻ്റെ ആക്സിസ് ഇൻക്ലൈൻഡ് ആണ്. ആക്സിസ് എച്ച് പി ആയിട്ട് ഇൻക്ലൈൻഡ് ആണ്. ഇവിടെയുള്ള ആക്സിസ് ഇതായിരിക്കുമല്ലോ ആക്സിസ് വരിക. ഇപ്പോൾ ഫ്രം ഹിയർ ടു ഹിയർ ആക്സിസ് ഉണ്ടാവും. നോക്കുക, ആക്സിസ് എന്താണ്? എച്ച് പി ആയിട്ട് ഒരു ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആദ്യം സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, ഈ സോളിഡ് ഏത് പ്ലെയിനിലാണോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്, സോളിഡിൻ്റെ ആക്സിസ് ഏത് പ്ലെയിനിലാണോ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും സോളിഡ് റെസ്റ്റ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഓൺ എച്ച് പി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഏത് പ്ലെയിനിലാണോ റെസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. ദെൻ ആ പ്ലെയിനായിട്ട് ആ സോളിഡിൻ്റെ ആക്സിസ് മേക്ക് ചെയ്യണ ആംഗിൾ ഏതാണെന്ന് നോക്കുക. ആ പ്ലെയിനിലേക്ക് എന്ത് ചെയ്യുക, ഈ സോളിഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്കുക. ഇവിടെ ആക്സിസ് ഇൻക്ലൈൻ ടു എച്ച് പി ആണ്. സോ ഈ സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോളിഡിൻ്റെ ആക്സിസിനെ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് സ്ക്വയർ പ്രിസം ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രൂ ഷേപ്പ് നമുക്ക് ഏതിലാണ് കിട്ടുക? സ്ക്വയർ പ്രിസം ആയതുകൊണ്ട് സ്ക്വയർ ആയിരിക്കണം ട്രൂ ഷേപ്പ്. ആ സ്ക്വയർ നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കിട്ടുക അല്ലേ. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് റെക്റ്റാങ്കിളാണ് കിട്ടുക, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ സ്ക്വയറാണ് കിട്ടുക. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു. ഇതാണ് എക്സ് വൈ ലൈൻ നമ്മളെ. അപ്പോൾ എക്സ് വൈ ലൈൻ്റെ താഴെയായിട്ടാണ് സ്ക്വയർ വരിക. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വരയ്ക്കാം. ആദ്യം എക്സ് വൈ ലൈൻ വരച്ചു. ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ, എക്സ് വൈ ലൈൻ. അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പിയുടെ കേസാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇമാജിൻ ചെയ്തത്. അപ്പോൾ നമ്മളിതിൻ്റെ ട്രൂ ഷേപ്പ് നമുക്ക് ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് സ്ക്വയർ കിട്ടും. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ക്വയർ വരച്ചു. അതിനെ നെയിം ചെയ്യണം. A B C D എന്ന് നെയിം ചെയ്യാം. സ്ക്വയർ ആണ് അല്ലേ. ഇതാണല്ലോ നമ്മൾ സോളിഡ്, ഇതാണ്. അപ്പോൾ ടോപ്പ് നോക്കുമ്പോൾ ഈ ഫേസ് കാണുന്നത്. അപ്പോൾ അടിയിലുള്ള ബോട്ടം പോർഷൻ ഉണ്ട്, അതിനെ നെയിം ചെയ്യണം. സോ അത് P Q R S എന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് എക്സ് വൈ ലൈനിലേക്ക് നമ്മൾ പ്രൊജക്ടർ വരയ്ക്കുകയാണ്. ഏതെന്ന് ഓരോ പോയിന്റ്സിൽ നിന്നും ABCD നിന്നും PQRS നിന്നും പ്രൊജക്ടർ വരച്ചു. ദെൻ ആക്സിസ് ഹൈറ്റ് തന്നിട്ടുണ്ടാവണം. ഇപ്പോൾ ഇത് ബേസ് സൈഡ് ഒരു സെർട്ടൻ സൈസ് തന്നിട്ടുണ്ടാവും, ആ സൈസിൽ വരയ്ക്കുക. അതേപോലെ ആക്സിസ് ഹൈറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആക്സിസ് നമുക്ക് ആദ്യം പ്ലോട്ട് ചെയ്യണം. ഇതിൻ്റെ ആക്സിസ് സെൻറ്റർ പോയിന്റ് കാണാം. സ്ക്വയർ പ്രിസം ആണ്. സെൻറ്റർ പോയിന്റ് കാണാനായിട്ട് ഡയഗണൽ വരച്ചാൽ മതി. സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ ഡയഗണൽ
ഡയഗണൽ സെർച്ച് ചെയ്ത് നമുക്ക് സെൻറ്റർ കിട്ടും. ഇപ്പോൾ ഈ സെൻറ്ററിൽ നിന്നാണ് ആക്സിസ് നമുക്ക് പ്ലോട്ട് ചെയ്യുക. ദെൻ ഇവിടെ ആക്സിസ് കാണിക്കുക. ആക്സിസ് ഹൈറ്റ് എത്ര തന്നിട്ടുണ്ടാവും അത് ആക്സിസ് ലൈൻ വെച്ചിട്ട് നമ്മൾ കാണിക്കുക. അതേപോലെ ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, പ്രൊജക്ടർ വരയ്ക്കുക. മേലോട്ട് പ്രൊജക്ടർ വരയ്ക്കുക. ആക്സിസ് ഹൈറ്റിൽ നമുക്ക് ചെയ്യുക സെയിം. ഓക്കെ, ദെൻ ഇത് നമുക്ക് എന്നിട്ട് നെയിം ചെയ്യണം. നെയിം ചെയ്യുമ്പോൾ ഇതാണ് ടോപ്പ് ഫേസ് ആണ്, ABCD ആണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് വരിക, നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് വീവ് ചെയ്യുക. ഇവിടെ നിന്ന് വീവ് ചെയ്യുമ്പോൾ നമ്മൾ കാണും D കാണും, A കാണില്ല. സോ ഇവിടെ നമുക്ക് D' ബ്രാക്കറ്റിൽ A' എന്ന് കൊടുക്കും. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ C കാണും, B കാണില്ല ടോപ്പ് ഫേസിൽ. അപ്പോൾ ഇവിടെ C' ബ്രാക്കറ്റിൽ B'. ഇനി അതുപോലെ ബോട്ടം പോർഷനിൽ നോക്കുമ്പോൾ ഇവിടെയാണ് നോക്കുക, ഇവിടെ S ഉണ്ട്, S കാണും, P കാണില്ല. സോ S' ബ്രാക്കറ്റിൽ P'. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ R കാണും, Q കാണില്ല. സോ R' ബ്രാക്കറ്റിൽ Q'. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ്, ഇപ്പോൾ ഇപ്പോൾ ഡയമെൻഷൻ വേണമെങ്കിൽ നമുക്കിത് ബേസ് സൈഡ് 20 എന്ന് കൺസിഡർ ചെയ്തോളൂ. ബേസ് സൈഡ് 20 എന്നും എടുക്കാം. ആക്സിസ് ഹൈറ്റ് ഒരു 60 ആണ്. 60 എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സിമ്പിൾ പൊസിഷനാണ് വരച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, ആക്സിസ് ഇൻക്ലൈൻ ടു HP and പാരലൽ ടു VP ആണ് അല്ലേ. ആക്സിസ് ഇൻക്ലൈൻ ടു HP and പാരലൽ ടു VP ആണ്. അപ്പോൾ ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് ആക്സിസ് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഇപ്പോൾ ഇൻക്ലൈൻ ടു HP ആണ്. HP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ആയിരിക്കണം ഇൻക്ലിനേഷൻ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു 45 ഡിഗ്രി ആണ് എന്ന് തന്നിരിക്കട്ടെ. 45 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് സോളിഡ്, ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് തന്നെ ഈ ഒരു എഡ്ജാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അടിയിലുള്ളത് QR എന്ന് പറഞ്ഞ എഡ്ജ് ആണ് HP റെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നെയിം ചെയ്തത് നമ്മൾ ആസ് പെർ ചിത്രത്തിൽ നെയിം ചെയ്ത് വെച്ചിട്ട് ഇത് A, ഇത് B, ഇത് C, ഇത് D, അതേപോലെ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള P, Q, R, S എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ PQ ഇവിടെ QR എന്ന് പറഞ്ഞ എഡ്ജാണ് നമ്മൾ HP റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ എഡ്ജിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ടിൽറ്റ് ആവുക. ഇങ്ങനെ ടിൽറ്റ് ആവുമ്പോൾ ഈ സോൾഡറിൻ്റെ ആക്സിസ് മേക്ക് ചെയ്യണ ആംഗിൾ എത്ര, 45 ഡിഗ്രി എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കാനായിട്ടാണ് ഇനീഷ്യൽ പൊസിഷൻ, സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിൾ പൊസിഷൻ വരച്ചു. ഇനി ആക്സിസിന് എന്താണ് 45 ഡിഗ്രിക്ക് ഇൻക്ലൈൻഡ് ആക്കുകയാണ്. അപ്പോൾ ആക്സിസ് നമ്മൾ എന്ത് ചെയ്യണു, ഈ XY ലൈനിൽ നിന്ന് 45 ഡിഗ്രിയിൽ ആക്സിസ് വരയ്ക്കുകയാണ്. ഈ ആംഗിൾ എത്രയാ, ഈ ആംഗിൾ 45 ഡിഗ്രി. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ആക്സിസ് ആണ് നമ്മൾ വരയ്ക്കുന്നത് 45 ഡിഗ്രിയിൽ. ഇനി എന്ത് ചെയ്യണം, ഈ ബേസ് ആണ്, ഈ ബേസ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഈ ബേസ് നമുക്ക് ഇങ്ങനെ ഇവിടെ പ്ലോട്ട് ചെയ്യാം, ശരിയല്ലേ? കാരണം ആക്സിസ് 45 ഡിഗ്രിക്ക് വരച്ചു. ദെൻ ഈ ബേസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഈ ഹൈറ്റ് അറിയാം 60 ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് മെഷർ ചെയ്യുക 60. ദെൻ ഇവിടെ നിന്ന് അതേപോലെ 60ൽ ഈ ലൈനിന് പെർപെൻഡിക്കുലർ ഈ എഡ്ജല്ലേ, ഈ എഡ്ജിൽ ഈ ബേസ് എഡ്ജാണ്, ഇത് വെർട്ടിക്കൽ എഡ്ജാണ്. ഈ എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതേപോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്തു. XY ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ആക്സിസ് 45 ഡിഗ്രിയാണ് ചെയ്ത്. ഇത് 45 ഡിഗ്രി നമ്മൾ വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, എഡ്ജ് HP റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XY ലൈനിൽ തന്നെ ഈ എഡ്ജ് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, റെസ്റ്റ് ചെയ്ത് വരയ്ക്കണം. റെസ്റ്റ് ചെയ്യാതെ വരയ്ക്കാൻ പാടില്ല. ഇതിലൊരു ടെക്നിക്ക് ഉണ്ട്. ഇതിപ്പോൾ 45 ഡിഗ്രി ആയതുകൊണ്ട് ആക്സിസിനെക്കാളും നമുക്ക് ഇവിടെ ആദ്യം ആക്സിസ് വരച്ച് ദെൻ ഈ ബേസ് എഡ്ജ് വരയ്ക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ ഇവിടെ XY ലൈനിൽ ടച്ച് ചെയ്യാണ്ടൊക്കെ വരും. അപ്പോൾ അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ മാത്രം നോക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. അത് മാത്രം ഇവിടെ കാണിക്കാം. ഇത് XY ലൈനാണ്, ഇങ്ങനെ. ഇത് ആക്സിസിൻ്റെ ലൈനാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ X എന്ന് ക്രോസ് ഇട്ടത് ആക്സിസിൻ്റെ ലൈനാണ്. ഇത് നമ്മളെ ഈ ബേസ് ആണ്. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരിക, ഇവിടെ എത്രയാണ് വരിക, 90 മൈനസ് ഈ 45 ചെയ്ത് എത്രയായിരിക്കും വരിക, ആ ആംഗിളാണ് വരിക.
അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ആക്സിസ് ഒക്കെ വരയ്ക്കുന്നതിനേക്കാളും ഉപരി ഈ ബേസ് എത്രയാണ്, ആക്സിസ് ഇത്ര ഡിഗ്രിക്ക് ഒരു 45 ഡിഗ്രിക്ക് ശരിയാണെങ്കിൽ ബേസ് എത്ര ഡിഗ്രിക്കായിരിക്കും, 45 ഡിഗ്രിക്കായിരിക്കും ശരിയാ. അതേപോലെ ആക്സിസ് ഒരു 30 ഡിഗ്രിക്കാണ് ശരിയാണെങ്കിൽ ഈ ബേസ് എത്ര ഡിഗ്രിക്കായിരിക്കും ശരിയാ, 60 ഡിഗ്രിക്കായിരിക്കും, 90 - 30. അപ്പോൾ ആ ബേസ് എന്ത് ചെയ്താൽ മതി, ആദ്യം പ്ലോട്ട് ചെയ്താൽ മതി. ദെൻ ഈ രണ്ട് വെർട്ടിക്കൽ എഡ്ജസ് നമുക്ക് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. ദെൻ ആക്സിസ് എന്താണ്, ഈ ബേസ് എഡ്ജിൻ്റെ സെൻറ്ററിലൂടെ ആയിരിക്കുമല്ലോ ആക്സിസ് പോകേണ്ടത് അല്ലേ, ആ ആക്സിസിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് ഇതിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചരിച്ച് വരച്ചിട്ടുണ്ട്. ദെൻ ഈ ഫ്രണ്ട് വ്യൂവിനെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കറസ്പോണ്ടിങ് നെയിംസ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യണം. സേ ഇവിടെ S' P' ആണ് കൊടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. S1' P1' എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ D1' A1' എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ഇവിടെ C1' B1' എന്ന് കൊടുക്കാം. സിമിലർലി ഹിയർ R1' Q1' എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ ആക്സിസ് നമ്മളിവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്, സെൻറ്റർ നെയിം ചെയ്തിട്ടില്ല. സേ ഇവിടെ O എന്ന് കൊടുക്കാം. ഇവിടെ O' എന്ന് കൊടുക്കാം. ഇവിടെ O' രണ്ടിനും ടോപ്പും ബോട്ടത്തിനും O എന്ന് മാത്രം കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്കിവിടെ O1', ഇവിടെ O1' എന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടെയുള്ള ഓരോ പോയിന്റ്സ് ഉണ്ട്, ഓരോ പോയിന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുക, വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുക. ഇപ്പോൾ S1' P1' എന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ വരച്ചു. അതേപോലെ ഇവിടെ ബേസ് സെൻറ്ററിൽ നിന്ന് ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഇവിടെ R1' Q1' നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഇവിടെ D1' A1' നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഇവിടെ O1' നിന്ന് ടോപ്പ് ഫേസിൻ്റെ സെൻറ്ററിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഇവിടെ C1' B1' നിന്ന് വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ക്ലിയർ? ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ചെയ്യുന്ന കാര്യം, ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഫസ്റ്റ് ടോപ്പ് വ്യൂ ഉണ്ടല്ലോ, ഫസ്റ്റ് ടോപ്പ് വ്യൂ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുകയാണ്. ഫസ്റ്റ് ടോപ്പ് വ്യൂ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ, അതായത് A P B Q S D C R എന്നൊക്കെ വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്ടർ റൈറ്റിലേക്ക് വരച്ചു. റൈറ്റിലേക്ക് വരച്ചിട്ടു. അതുപോലെ ഇവിടെ സെൻറ്ററിൽ നിന്ന് വരയ്ക്കുക, അതേപോലെ ഇവിടെ എല്ലാ പോയിന്റ്സും വരും അല്ലേ, എല്ലാ പോയിന്റ്സിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരച്ചു. വരച്ചു കഴിഞ്ഞ് ചെയ്യുന്നത്, എൻ്റെ കറസ്പോണ്ടിങ് നെയിം നോക്കുക. ഇവിടെ ഞാൻ A ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ A, അപ്പോൾ ഇവിടെ എവിടെയാണ് A നോക്കുക. ഇവിടെ A ഇതാണ്. അപ്പോൾ A ഇവിടെ നിന്ന് A, ഇവിടുന്ന് Aയും ഇവിടുന്ന് A1' അല്ലേ, അത് രണ്ടും വന്ന് കോൺസിഡർ ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ നെയിം ചെയ്യുക, A1 എന്ന് നെയിം ചെയ്യുക. ഇനി അതേപോലെ ഇവിടെ B ഉണ്ട്, ഇവിടെ ഇതാ B1 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ഇവിടെ C ഇവിടെയാണ്, ഇവിടെ C1 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ ഇവിടെ D ഉണ്ട്, ഇവിടെ D, ഇവിടെ D1 എന്ന് കൊടുക്കാം. ക്ലിയർ? ഇനി അതേപോലെ എന്താണ്, PQRS ഉണ്ട് അല്ലേ, P ഇവിടെ നിന്നാണ് വരുന്നത്, ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന പ്രൊജക്ടർ. അതേപോലെ P1' ഇവിടെ ഉണ്ട്. അപ്പോൾ പിയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ P1 എന്ന് കൊടുക്കാം. ഇനി അതുപോലെ Q ഉണ്ട്, ഇവിടെയാണ് Q ഉള്ളത്, Q1' ഇവിടെയാണുള്ളത്. Qയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ Q1. ഇനി അതുപോലെ ഇവിടെ R ഉണ്ട്, ഇവിടെയാണ് R, അത് രണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് R1. ഇനി ഇവിടെ S ഉണ്ട്, ഇവിടെയാണ് S ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് S1. ക്ലിയർ? S1 നമ്മൾ ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് കണക്ട് ചെയ്യുക അല്ലേ. PQRS ആണ് ഒരു ഫേസ് ഉള്ളത്, അതേപോലെ ABCD ആണ് ഒരു ഫേസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ടോപ്പ് ഒന്ന് നോക്കണം. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വ്യൂ ചെയ്യണതാണ്, ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അല്ലേ. ഇതാണ് നമ്മുടെ സോളിഡ്, ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ നോക്കുകയാണ്, ടോപ്പ് നോക്കുകയാണ്. അപ്പോൾ ഈ ഫേസ് നമുക്ക് ടോപ്പ് ഫേസ് എല്ലാം വിസിബിൾ ആണ്. ഇവിടുത്തെ കേസിൽ ഈ എഡ്ജും വിസിബിൾ ആവും, ഈ താഴെ നിൽക്കുന്ന എഡ്ജ് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ഭാഗത്തു നിന്നെല്ലാം വ്യൂ ആണ്. നമ്മൾ ടോപ്പ് നോക്കുമ്പോൾ ഈ ഒരു ഫേസ് നമുക്ക് കാണും, ദാറ്റ് ഈസ്
A1 B1 C1 D1 എന്ന് കാണാൻ കഴിയും. അത് നമ്മൾ തിക്കൻ ചെയ്യണം. ആ ഫേസ്, ഈ സ്ക്വയർ ഫേസ് നമുക്ക് വിസിബിൾ ആണ്. ദെൻ ഇവിടെ ഇത് വിസിബിൾ ആണ്. S1 P1 ഈ ടോപ്പ് നോക്കുമ്പോൾ S1 P1 വിസിബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് വിസിബിൾ ആയിരിക്കും. അതേപോലെ എസിൽ നിന്ന് ആറിലേക്കും പിയിൽ നിന്ന് ക്യൂയിലേക്കും പോണ എഡ്ജും വിസിബിൾ ആയിരിക്കും. ഇതും വിസിബിൾ ആയിരിക്കും. Q1 R1 മാത്രം നമുക്ക് എന്താണ് കാണാൻ കഴിയില്ല. ടോപ്പ് നോക്കുകയാണ്. കാരണം RQ അല്ലേ, RQ ആണ്. R1 ഡാഷ് Q1 ഡാഷ് എന്ന് പറഞ്ഞത് ഇവിടെ ഈ ഫേസ് നമുക്ക് ബ്ലോക്ക് ചെയ്യും. സി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ റെസ്റ്റ് ചെയ്യണ എഡ്ജാണ്. ഇതാണ് RQ എന്ന് പറയുന്നത്. ഇതിവിടെ ഇങ്ങനെ ശരി നിൽക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടോപ്പ് നോക്കുമ്പോൾ അത് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് ഡോട്ടഡ് ലൈനിലായിരിക്കണം. ഇത് കാണാൻ കഴിയാത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ടഡ് ലൈനിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ ഇവിടെ പിയിൽ നിന്ന് എയിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവും. അതുപോലെ എസിൽ നിന്ന് ഡിയിലേക്കുള്ള കണക്ഷനും ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇവിടെ നിന്ന് പിയിൽ നിന്ന് P1 ഡാഷ് A1 ഡാഷ് കണക്ഷൻ ഉണ്ടാവും. അതാണ് P2 A1. അതുപോലെ Q2 B. അത് ഓൾറെഡി ഇത് അകത്ത് കൂടെ പോകണം. ക്യൂവിൽ നിന്ന് B അകത്ത് കൂടെ പോകണമെന്ന് അറിയില്ല. പിയും എയും അറിയും. അതുപോലെ എസും ഡിയും അറിയും. ഓൺലി ഇൻവിസിബിൾ ആയിട്ടുള്ളത് ഈ ഡോട്ടഡ് ലൈനിലായിരിക്കും. ക്ലിയർ? ഓക്കെ, ഇതാണ് ഒരു കേസ്. ആക്സിസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VPയുടെ കേസ്. ഇനി അതേപോലെ തന്നെയാണ് അടുത്ത കേസാണ് എന്ത്? ആക്സിസ് ഇൻക്ലൈൻ ടു VP ആൻഡ് പാരലൽ ടു HP. ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ എവിടെയാണ്? VPക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഇതാണ് HP. ദിസ് ഈസ് നമ്മളിത് HP-യും ഇത് VP ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ്, ഇതേ സോളിഡ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണു. അപ്പോൾ ഇങ്ങനെയുള്ള കേസാണ്. ഇതാണ് VPയിൽ പെർപെൻഡിക്കുലർ ആയിട്ടും. അപ്പോൾ ആക്സിസ് എന്താണ്? VPക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ VPക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയായിരിക്കും ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആക്സിസ് ഇൻക്ലൈൻ ടു VP ആയതുകൊണ്ട് ആക്സിസിനെ VPക്ക് പെർപെൻഡിക്കുലർ ആക്കണം. VPക്ക് പെർപെൻഡിക്കുലർ ആക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ, ഇതാണ് ടോപ്പ് വ്യൂവിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് എന്ത് കിട്ടുക? ട്രൂ ഷേപ്പ് കിട്ടുക. അപ്പോൾ XY ലൈനിൻ്റെ മേലെയാണ് എന്ത്? ട്രൂ ഷേപ്പ് നമുക്ക് കിട്ടുക. ഫ്രണ്ട് വ്യൂവിൽ കിട്ടും. ടോപ്പ് വ്യൂവിൽ കറസ്പോണ്ടിങ് ആയിട്ട് റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. ആസ് യൂഷ്വൽ തന്നെ നമ്മൾ XY ലൈൻ വരയ്ക്കണു. ആദ്യം XY ലൈൻ വരച്ചു. നമുക്ക് ട്രൂ ഷേപ്പ് ഫ്രണ്ട് വ്യൂവിലാണ് കിട്ടുക. സോ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ട്രൂ ഷേപ്പ് വരച്ചു. അതിനെ നെയിം ചെയ്യണു. A B C D. 2 ഫേസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ P ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ്. ഇവിടെ P ഡാഷ് Q ഡാഷ് R ഡാഷ് S ഡാഷ് എന്ന് കൊടുത്തു. ഇതിൻ്റെ അപ്പം തന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുകയാണ്. ഡയഗണൽസ് വരച്ചു. സെൻറ്റർ നമുക്ക് O എന്ന് കൊടുക്കാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് വ്യൂ വരയ്ക്കണം അല്ലേ? ടോപ്പ് വ്യൂ എന്താണ്? XY ലൈൻ വരെ പ്രൊജക്റ്റ് ചെയ്യുക. ദെൻ ആദ്യം ആക്സിസ് വരയ്ക്കുക. ഇത്രയാണ് ആക്സിസ് എന്നിരിക്കട്ടെ. ദെൻ ഈ ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ്, സോളിഡിൻ്റെ ഹൈറ്റ്. സോ ഇതാണ് നമ്മൾ വ്യൂ. ഇതാണ് നമ്മൾ ടോപ്പ് വ്യൂ. ഇപ്പം നെയിം ചെയ്യണം. ഇത് ഫ്രണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്നല്ല, ഇവിടെ നോക്കുന്ന വ്യൂ ആണ്. ഇപ്പോൾ A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് അതായിരിക്കും ഇവിടെ ഈ ഫേസ് വരിക. സോ ഇവിടെ നോക്കുമ്പോൾ A കാണും, D കാണില്ല. സോ ഇവിടെ A ബ്രാക്കറ്റിൽ D. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ B കാണും, C കാണില്ല. സോ B ബ്രാക്കറ്റിൽ C. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ P S ആണ്. P കാണും, P ഡാഷ് കാണും, S കാണില്ല. P ഡാഷ് കാണും, S കാണില്ല. സോ ഇവിടെ P ബ്രാക്കറ്റിൽ S. അതേപോലെ ഇവിടെ Q കാണും, R കാണില്ല. ഇവിടെ Q ബ്രാക്കറ്റിൽ R. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ആക്സിസ് ഇൻക്ലൈൻ ടു VP ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ ആണ് നമ്മൾ ചരിക്കുക. ആക്സിസ് ഇപ്പോൾ സേ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ആക്സിസ് ഇൻക്ലൈൻ ടു VP ആയതുകൊണ്ട് 5 ആയിരിക്കും തരിക. 5യുടെ ആംഗിൾസ് ഇപ്പോൾ 30 ഡിഗ്രിയാണ് തന്നിരിക്കട്ടെ. 30 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്സിസ്
30 ഡിഗ്രിയിൽ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ഈ ബേസ് ചരിക്കുകയാണ് ചെയ്യുക. അപ്പോഴേ ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്ന് ഓർക്കുക. ഞാൻ ട്രയാങ്കിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രി ആണോ, ഇപ്പോൾ ഇത് എക്സ് വൈ ലൈൻ ആണെങ്കിൽ ആക്സിസ് ഇപ്പോൾ എത്ര ഡിഗ്രിയിലാണോ ഇൻക്ലിനേറ്റ് ആയിട്ടുള്ളത്, ഈ ബേസ് എത്ര ഡിഗ്രിയിലായിരിക്കും? ഇത് 90 ആയിരിക്കും. 90 മൈനസ് ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ ചെയ്താൽ ബേസ് അത്ര ഡിഗ്രിയിലായിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ് തന്ന്. അപ്പോൾ നമുക്കിവിടെ ബേസ് ചരിക്കണം. ബേസ് എത്ര ഡിഗ്രിക്ക് ചരിക്കാൻ മതി? 90 മൈനസ് 30, അതായത് 60 ഡിഗ്രിക്ക്. അപ്പോൾ ബേസ് ആദ്യം വരയ്ക്കാം. ബേസ് വരച്ചു. ബേസ് ഇത് എത്ര ഡിഗ്രിക്ക് ആയിരിക്കണം? കാരണം ഇവിടെ ആക്സിസ് 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ, 60 ഡിഗ്രിയിലേക്ക് ആയിരിക്കും. ദെൻ ഇവിടെ ആക്സിസ് എത്രയായിരിക്കും? ദെൻ ഇവിടെ ഇപ്പോൾ ഇതാണ് ബേസ്. ഈ ബേസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് നോക്കുക, ആക്സിസ് എത്രയുള്ള ഡിസ്റ്റൻസ് നോക്കുക. ആ ഡിസ്റ്റൻസ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ആക്സിസ് ഇവിടെ പ്ലോട്ട് ചെയ്യുക. ആക്സിസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കണം? 30 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള ആംഗിൾ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആംഗിൾ 30 ഡിഗ്രിയിലായിരിക്കണം. ഓക്കെ, ദെൻ ഇവിടെ ഈ ആക്സിസ് എന്ത് ചെയ്യുക? നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ആക്സിസിൻ്റെ ഹൈറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ വരയ്ക്കുക. അതായത് ഈ ടോപ്പ് വ്യൂ ആണ് ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആക്സിസ് നമ്മൾ 30 ഡിഗ്രിക്ക് വരച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് നമ്മളിവിടെ ഇതാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോ ഇതാണ് ഈ പോയിൻ്റാണ് വരിക. ഇവിടെ നമുക്ക് കൊടുക്കുക Q1 R1 എന്ന് കൊടുക്കാം. അതേപോലെ ഇവിടെ ഇതാണ് P1 S1 എന്ന് കൊടുക്കാം. ഇവിടെ A1 D1 എന്ന് കൊടുക്കാം. ഇവിടെ B1 C1 എന്ന് കൊടുക്കാം. ദെൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഫ്രണ്ടിലോട്ട് പ്ലോട്ട് ചെയ്യുക. ഓരോ പോയിന്റിൽ നിന്നും പ്രൊജക്ടർ മേലോട്ട് വരയ്ക്കുക. ഇവിടെ O ഉണ്ട്, ഇവിടെ O1, ഇവിടെയും O1 ഉണ്ടാവും. ഇവിടെ O, ഇവിടെ O, ഇവിടെ O ഡാഷ് ഉണ്ടാവും. വരച്ചു. ദെൻ അതിനെ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ടർ വരയ്ക്കുക റൈറ്റിലേക്ക്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് നോക്കുക. ഇവിടെ P1 ആണ്. ഇവിടെ എവിടെയാണ്? ഇതാണ് P വരുന്നത്. സോ ഇവിടെ P1 ഡാഷിന് കൊടുക്കുക. ഇവിടെ S ഉണ്ട്. ഇവിടെ ഇതാണ് S. ഇവിടെ കൊടുക്കുക. S1 ഡാഷിന് കൊടുക്കുക. ഇവിടെ സെൻറ്റർ ഉണ്ട്. സോ ഇവിടെ O1 ഡാഷിന് കൊടുക്കുക. ഇവിടെ Q ഉണ്ട്, Q ഡാഷ് ഉണ്ട്. ഇതാണ് Q. സോ ഇത് Q1 ഡാഷ്. ഇവിടെ R ഉണ്ട്. ഇവിടെ 4 വരുന്നത്. ഇവിടെ R1 ഡാഷ്. ഇവിടെ നിന്നൊരു പ്രൊജക്ടർ വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് വരച്ചിടുക. ദെൻ ഇനി ഇവിടെ ABCD ആണ്. A, ഇവിടെ A, ഇവിടെ A1 ഡാഷ്. ഇത് B, ഇവിടെ B, B1 ഡാഷ്. ഇവിടെ C, ഇതാണ് C, C1 ഡാഷ്. ഇത് D, ഇവിടെ D, ഇവിടെ D1 ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ഡയറക്ഷനിൽ കാണുമ്പോൾ ഈ ഫേസ് കാണും. ഇവിടെ ഈ എഡ്ജ് കാണും, ഈ എഡ്ജ് കാണും. ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് മാത്രം കാണില്ല. അതായത് ഈ QR എന്ന് പറഞ്ഞ എഡ്ജ് മാത്രം നമുക്ക് കാണില്ല, വേറെ എല്ലാം കാണും. ഈ ഫേസും കാണും. ഇത് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ O1 ഡാഷ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആക്സിസ് ലൈൻ ഉണ്ടാവും. ആക്സിസ് ലൈൻ ഒന്ന് കാണിക്കുക. ഓക്കെ, അതായത് നമ്മളെ ഈ ചിത്രം ഇതാണ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന വ്യൂ ആണ്. അപ്പോൾ അവിടെ ഞാൻ ഈ തൊടുന്ന ഈ ഫേസ് നമുക്ക് കാണും. ദെൻ ഈ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ്, ഇവിടെ ഈ എഡ്ജ് മാത്രം നമുക്ക് കാണില്ല. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ നോക്കുമ്പോൾ കാണുന്ന വ്യൂസാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് രണ്ട് കേസ്. ഫസ്റ്റ് കേസ് ആക്സിസ് ഇൻക്ലൈൻ ടു HP ആൻഡ് പാരലൽ ടു VP ആണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ O1, ഇവിടെ O1, ഇതിൽ ആക്സിസ് വരയ്ക്കണം. അതിൻ്റെ വരച്ച് തന്നെ അതേപോലെ ആക്സിസ് ഇൻക്ലൈൻ ടു VP പാരലൽ ടു HP, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊജക്ഷനാണ് വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.